ഞാൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കും, സ്നേഹിച്ചോ, സ്നേഹിക്കണമല്ലോ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ഒരാളെ അത് വെച്ച് ഡിഗ്രേഡ് ചെയ്യാൻ പാടില്ല. അതായത് നമുക്ക് തലവേദന എടുത്തിരിക്കാന്ന് വിചാരിക്കും. അടുത്തൊരാൾ വന്നിട്ട് പറഞ്ഞു പല്ലുവേദന എടുത്തിട്ട് വയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? പല്ലുവേദനയല്ലേ ഉള്ളൂ, എനിക്ക് തല മൊത്തത്തിൽ വേദന എടുക്കാണ്, ഈ തലയിലാണല്ലേ ഈ പല്ലൊക്കെ ഇരിക്കുന്നത്. ഇതാണ് സഹിക്കാൻ പറ്റാത്തൊരു വേദന. നമ്മൾ കൈ ഒടിഞ്ഞിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കും. ഇപ്പൊ കാലൊടിഞ്ഞ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ് ഈ കാലൊടിഞ്ഞായിരുന്നേ, എനിക്ക് കൃത്യമായിട്ട് നടക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയും? കാലല്ലേ ഒടിഞ്ഞത്, കയ്യെങ്ങാനായിരുന്നെങ്കിലോ ഫുഡ് കഴിക്കാൻ പറ്റുമോ, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇതുപോലെയാണ് നമുക്ക് വരുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വാല്യൂ ആണ്, എങ്കിൽ നമ്മളതിനെ വലിയ സംഭവമാക്കും. അത് ശരിയാണ്, നമുക്ക് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവുക. എന്ന് പറഞ്ഞ് അടുത്തൊരാളുടെ പ്രശ്നത്തിനെ താഴ്ത്തി കാണാൻ പാടില്ല. അവര് പ്രിറ്റൻഡ് ചെയ്യാണ്, അത്രയ്ക്കൊന്നുമില്ല, ഓ വെറുതെ കാണിക്കല്ലടോ തുടങ്ങിയ കമന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ പറയുന്ന സാധനം ലൈഫ് ലോങ് അവരുടെ മനസ്സിൽ നിൽക്കാനും അത് ബന്ധങ്ങളിൽ പോലും വിള്ളൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ചില കുട്ടികളിലും ഇത്തരം പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട്. അതൊരു പക്ഷേ കോപ്പി ചെയ്യുന്നതായിരിക്കാം വലിയവരിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കുക. സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരായി വളരാൻ അവരെ അനുവദിക്കുക. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.